മോനെ അടിച്ചു പൊളിയടാ, രംഗണ്ണനുണ്ടടാ കൂടെ. അടിച്ചു പൊളിയടാ മക്കളെ, രംഗണ്ണനുണ്ടടാ കൂടെ. ഒരു കളി കളിക്കാം നമുക്ക്. ഒരു ചിത്രത്തിൻ്റെ ആംഗ്യം ഞാൻ കാണിക്കാം, അതിൻ്റെ ഉത്തരം നിങ്ങൾ പറയണം. അമ്പാൻ പിള്ളേർ ശ്രദ്ധിക്കുന്നില്ല, പറഞ്ഞു കൊടുക്കൂ. അമ്പാനെ ഉത്തരം പറയാഞ്ഞിട്ട് 36 വെട്ടാണ് ഞാൻ വെട്ടിയത്. 36 സിച്ച്, 36 എണ്ണം. കുട്ടികൾ ഉത്തരം പറയൂ, ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ എന്നുള്ളത്. ഇത് നമ്മുടെ ആവേശം സിനിമ ഒന്ന്, അത് ആവേശം തന്നെയാണത്. അപ്പം അതൊന്ന് ഞാനൊന്ന് കാണിച്ചത്. ഒരുപാട് ആളുകൾ അതൊക്കെ കാണിക്കണ്ടല്ല, നമ്മുടെ മുടിയൊക്കെ നരച്ച്, എന്നാലും ഒരു ആവേശം. നല്ല സിനിമയാണ് കേട്ടോ, കണ്ട് അങ്ങനെ നല്ല ഒരു എന്താണ് മാസം എന്നൊക്കെ പറയണം, അങ്ങനെ കണ്ടിരിക്കുക. നല്ല സ്റ്റണ്ട്, ഒരുപാട് സ്റ്റൈലുള്ള സ്റ്റണ്ട്, പിന്നെ ഫഹദ് ഫാസിലിൻ്റെ അഭിനയവും ഒക്കെ സ്റ്റണ്ടും. പിന്നെ അതിൽ എനിക്ക് തോന്നണത്, ഞാനെപ്പോഴും മിക്കപ്പോൾ പടത്തിലൊക്കെ പറയണം, നല്ല മാസ് പടമൊക്കെ വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ സിഗരറ്റ് വലിക്കണത് കാണിക്കണത് എന്താണെന്ന്. തുടക്കം മുതൽ ഇത് തന്നെ അങ്ങോട്ട് കാണിക്കണം. അതും ഈ ബീവറേജിൽ ക്യൂ നിൽക്കുമ്പോഴൊക്കെ, ബീവറേജിൽ ഓരോടത്തും ഇവിടെ കേരളത്തിൽ ഇങ്ങനെ ബീവറേജിൽ ക്യൂ നിൽക്കുമ്പോൾ ആരും സിഗരറ്റൊന്നും വലിക്കാറില്ല, ഇവിടെയൊക്കെ നിരോധിച്ചേക്കണതല്ലേ. അപ്പോൾ എന്തോ സിഗരറ്റ് കമ്പനിക്കാരിയുടെ ഒരു പരിപാടി പോലെയാണ്. പക്ഷേ സിഗരറ്റ് കമ്പനിക്കാർ പരിപാടി നടത്താൽ ഇപ്പോഴത്തെ യുവതലമുറ അങ്ങനെ വലിയിലേക്കൊന്നും പോകണില്ല കേട്ടോ. അവർക്ക് വേറെ എന്തുകൊണ്ടാണ്, വേറെ നമുക്ക് പറയാനും കൂടി അറിയാം, നമുക്ക് കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. വേറെ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടണ്ട്, ഇഞ്ചക്ഷനാ, പിന്നെ സ്റ്റാമ്പ്, അങ്ങനെ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിഗരറ്റ് കമ്പനിക്കാരിനി സിഗരറ്റ് ചിലവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ, അതൊന്നും ചിലവാകില്ല, കഴിയുന്നതും അതൊക്കെ. പിന്നെ അവൻ്റെ മൂലൊക്കെ ഇങ്ങനെ എഴുതി വെക്കും, പുകവലി ആരോഗ്യത്തിൻ്റെ കാര്യം, അതൊക്കെ വെറുതെ എന്ത് കാര്യത്തിനാണത്? അത് എഴുതി വെച്ചുകൊണ്ട് ഇത് തന്നെ കാണിക്കാൻ പറഞ്ഞാൽ ഒരു പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ട്, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് അതൊക്കെ അറിഞ്ഞാൽ അതിൽ ആ സിഗരറ്റിൻ്റെ പാക്കറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാൽ ആ പടം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കഴിക്കുമോ? ക്യാൻസർ വന്ന് ഇങ്ങനെ ഇരിക്കണത് ആരെങ്കിലും വലിക്കുമോ അത് കണ്ടു കഴിഞ്ഞാൽ? എന്നാലും ആളുകളത് വലിക്കണതാണ്. അതുപോലെ തന്നെ ഈ ലഹരികളൊക്കെ വളരെ ദൂഷ്യഫലങ്ങളുള്ളതാണ്. എന്താണ് ചെയ്യണത് എന്നു പോലും നമുക്കറിയാൻ പാടില്ലാത്ത ദൂഷ്യഫലങ്ങൾ തന്നെ സാധനങ്ങൾ അതൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഒരുപാട് ഒരു സിനിമ കാണുമ്പോഴുള്ള ഇത്, പക്ഷെ നമ്മൾ സിനിമ കണ്ടിട്ട് നല്ലത് സ്വീകരിച്ച് മോശമൊക്കെ കളയണം, അതാണ് അതിൻ്റെ ഇത്. കുറേ സ്റ്റണ്ട് കൊള്ളാം, അതൊക്കെ കൊള്ളാം. ആവേശം തന്നെയാണ്. അപ്പം അത് നിങ്ങൾ കാണാം. ഓക്കെ, സീ യു.